ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ തീവ്രവാദ സംഘടനകൾ ഉണ്ടാക്കി ഇസ്ലാമിനെ വളർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയും കാഫിറുകളെ ഇല്ലാതാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയും പ്രവർത്തിക്കുന്ന നിരവധി സമാധാന സംഘടനകളുണ്ട്. അതിനെ നമുക്കൊരു പക്ഷേ ഐസിസ് എന്നോ അൽ ഖ്വയ്ദ എന്നോ താലിബാൻ എന്നോ ഹമാസ് എന്നോ ഹിസ്ബുള്ള എന്നോ ഹൂതികൾ എന്നോ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള നാമങ്ങളിൽ അറിയപ്പെടും. അവരെ കുറിച്ച് തന്നെ പറയുന്നത് സമാധാനത്തിന്റെ മതം, സമാധാനത്തിന്റെ സംഘടന, സമാധാനത്തിന്റെ മാടപ്രാവുകൾ എന്നൊക്കെയാണ്. പക്ഷേ അല്ലാഹു അക്ബർ എന്ന് വിളിച്ചവർ ഓടിയടുക്കുമ്പോഴേക്ക് പിന്നീട് ചോരക്കളമാകുന്ന ആ മണ്ണിനെ നോക്കി ആളുകൾ വിലപിക്കുകയാണ്, ഭയന്നോടുകയാണ്. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള പ്രശ്നം ഇത്രയും രൂക്ഷമായ സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയതിൽ ഐസിസിന് പങ്കുണ്ട്, ഹൂതികൾക്ക് പങ്കുണ്ട്, ഹിസ്ബുള്ളയ്ക്ക് പങ്കുണ്ട്. അതുപോലെ സർവോപരി ഈ സായുധ സംഘടനകളെയൊക്കെ പിന്നിൽ നിന്ന് നയിക്കുന്ന ഇറാന് മുഖ്യമായ പങ്കുണ്ട്. ഇപ്പോഴും ആക്രമണം തുടരുമെന്ന് തന്നെയാണ് ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘടനയായ ഹൂതികൾ പറയുന്നത്. ഗാസയിൽ വെടിനിർത്തൽ കരാർ ഉണ്ടാകുന്നതുവരെ ഹൂതികൾ ഇസ്രായേലിനെതിരെ ആക്രമണം തുടരുമത്രേ. ഹൂതികളുടെ പ്രഖ്യാപനം വന്നതോടെ ഇസ്രായേൽ അതിനേക്കാൾ പ്രകോപിതരാണ്. ചെങ്കടലിലും രാജ്യത്തിനകത്തും വലിയ തലവേദനയാണ് ഇസ്രായേലിന് ഹൂതികൾ നൽകുന്നത്. ഇതിൽ കലിതുള്ളിയ ഇസ്രായേൽ ഹൂതി സേനയ്ക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതേ തുടർന്ന് ഇസ്രായേലും ഹൂതി സേനയും തമ്മിലുള്ള സംഘർഷാവസ്ഥ രൂക്ഷമായിരിക്കുകയാണ്. ഒരു വർഷത്തിലേറെയായി പലസ്തീനിലെ ഗാസയിൽ ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നു. ഈ യുദ്ധത്തെ ഇറാൻ ശക്തമായി എതിർക്കുന്നുമുണ്ട്. ഇറാൻ തങ്ങളുടെ സായുധ സംഘങ്ങളെ ഉപയോഗിച്ചാണ് ഇസ്രായേലിനെ ആക്രമിച്ചത്. അതുവഴി ലെബനനിൽ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ മിസൈൽ ആക്രമണം നടത്തുകയും ചെയ്തു. ഇതിന് പ്രതികാരമായി ഹമാസ് നേതാവായ ഇസ്മായിൽ ഹനിയയെ ഇറാന്റെ തലസ്ഥാന നഗരമായ ടെഹ്റാനിനകത്ത് കയറി ഇസ്രായേൽ പൂപറിക്കുന്ന ലാഘവത്തോടെ തലപറിച്ചു. ഇതിന് പിന്നാലെ മറ്റൊരു ഹമാസ് തലവനായ യഹിയ സിൻവാർ ഗാസയിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. എന്നാൽ ഇസ്രായേലിനെതിരെ ശക്തമായ പോരാട്ടവുമായി ഇറാൻ മുന്നോട്ട് പോകുകയാണ്. ഇപ്പോൾ ഇറാൻ തങ്ങളുടെ പിന്തുണയുള്ള ഹൂതികളെ ഇസ്രായേലിനെതിരെ വിന്യസിപ്പിക്കുകയാണ്. യമൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹൂതികൾ ഇസ്രായേലിലേക്ക് വരുന്ന കപ്പലുകൾക്കും ഇസ്രായേലിന്റെ കപ്പലുകൾക്കും നേരെ ചെങ്കടലിൽ ആക്രമണം നടത്തുന്നുണ്ട്. ഇതിനു പുറമെ ഹൂതികൾ ഇസ്രായേലിനെതിരെ റോക്കറ്റ് ആക്രമണവും നടത്തിയിട്ടുണ്ട്. 3 ദിവസം മുമ്പാണ് ഹൂതികൾ റോക്കറ്റ് ആക്രമണം നടത്തിയത്. ഇസ്രായേൽ തലസ്ഥാനമായ ടെല്ലവീവിന് നേരെയായിരുന്നു ആക്രമണം ഉണ്ടായത്. ഇതിൽ 16ഓളം പേർക്ക് പരിക്കേറ്റു. ഇതേ തുടർന്ന് ഹൂതികളോട് ഇസ്രായേൽ കടുത്ത അമർഷത്തിലാണ്. ഈ സാഹചര്യത്തിലാണ് ഹൂതി സായുധ സംഘത്തിന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ശക്തമായ മുന്നറിയിപ്പ് നൽകിയത്. ഇപ്പോൾ ഹൂതി ഭീകര സംഘടന ഇസ്രായേലിന് നേരെ മിസൈൽ ആക്രമണം നടത്തുകയാണ്. ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും ഇറാന്റെയും പ്രതിരോധ സംവിധാനങ്ങളെയും പ്രതിരോധ മേഖലയിലെ ഉൽപാദന സംവിധാനങ്ങളെയും നമ്മൾ തകർത്തു. സിറിയയിൽ പ്രസിഡന്റ് അസദിന്റെ ഭരണം ഞങ്ങൾ അട്ടിമറിച്ചു. തിന്മയുണ്ടാക്കുന്ന ദുഷ്ടശക്തികൾക്കെതിരെ നാം കനത്ത പ്രഹരമേൽപ്പിച്ചു. യമനിലെ ഹൂതികളുമായും ഞങ്ങൾ ഏറ്റുമുട്ടും. ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും പിന്നാലെയാണ് ഹൂതി അവസാനമായി രംഗപ്രവേശം ചെയ്യുന്നത്. നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കുന്നവരെ തലയെടുത്തുകൊല്ലും. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ച് ഗാസ നേതാവ് ഇസ്മായിൽ ഹനിയയെയും ഗാസയുടെ പൊന്നോമന പുത്രനായ അപകടകാരിയായ കശാപ്പുകാരി എന്നറിയപ്പെടുന്ന യഹിയ സിൻവാറിനെയും ലെബനനിൽ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്റുള്ളയെയും ഇല്ലാതാക്കിയതുപോലെ ഹൂതികളെയും ഞങ്ങൾ മുഴുവനായും ഇല്ലാതാക്കുമെന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇക്കാര്യത്തിൽ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സ് വ്യക്തമായി ഇത്തരം കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തന്നെയാണ് പ്രസ്താവന ഇറക്കിയിട്ടുള്ളത്. ഇറാന്റെ പുതിയ പ്രധാനമന്ത്രിയുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ ഇസ്രായേൽ മൊസാദ് ചാര ഏജൻസി അദ്ദേഹത്തെ വധിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് വിശദീകരണമൊന്നും ഉണ്ടായിട്ടില്ല. ഇസ്രായേലിന് അതൊന്നും പതിവുള്ള സംഗതിയല്ല. ഇസ്രായേലിനെതിരെ കൈ ഉയർത്തുന്നവരെ ഉടലോടെ സ്വർഗത്തിലേക്ക് അയക്കുക എന്നത് എല്ലാ കാലത്തും മൊസാദിന്റെ അജണ്ടയാണ്. എന്നാൽ ആദ്യമായി ഇസ്മായിൽ ഹനിയയെ കൊന്നതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സ് സമ്മതിക്കുകയും ഹൂതികൾക്ക് അത് വെച്ച് തന്നെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്.
ഇസ്രയേലും ഇറാനും മാത്രമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതേപോലെയുള്ള യുദ്ധവും കെടുതിയും ഇവർ പരസ്പരമുള്ള കൊന്നുതള്ളലും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മരണസംഖ്യ 46 ആയിട്ടുണ്ട്. ആക്രമണം ഉണ്ടായത് കിഴക്കൻ പ്രവിശ്യയിലാണ്, പഷ്തൂൺഖ പ്രവിശ്യയാണ്. ഇവിടെ കൊല്ലപ്പെട്ട അധികം ആളുകളും സ്ത്രീകളും കുട്ടികളുമാണ്. താലിബാൻ വക്താവ് സബീഹുല്ല മുജാഹിദാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. പാക് ആക്രമണം വളരെ ക്രൂരമെന്നാണ് താലിബാൻ പ്രതിരോധ മന്ത്രാലയം പോലും പറഞ്ഞത്. പാക് ആക്രമണത്തിന് ഇരയായത് ബാർമാൽ ജില്ലയിലെ 4 പോയിന്റുകളിലെ ജനങ്ങളാണ്. ഒരു വീട്ടിലെ 18 പേരാണ് കൊല്ലപ്പെട്ടത്. പാകിസ്ഥാന്റെ ഭീരുത്വം നിറഞ്ഞ ഈ പ്രവൃത്തിക്ക് മറുപടി നൽകുമെന്ന് താലിബാൻ അറിയിച്ചു. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും രണ്ടിടത്തും മുസ്ലിങ്ങളാണല്ലോ. കൊല്ലുന്നവനും കൊല്ലപ്പെടുന്നവനും വിളിക്കുന്നത് അല്ലാഹു അക്ബർ. ഇവിടെ കേരളത്തിലെ ഹമാസ് ഓളികൾ, താലിബാൻ ഓളികൾ ആർക്ക് പിന്തുണ പ്രഖ്യാപിക്കും എന്നത് കണ്ടു തന്നെ അറിയണം. കാരണം ഇസ്രായേലും ഹമാസുമാണെങ്കിൽ ജൂതന്മാരുടെ എതിരെ തിരിയാം. ബംഗ്ലാദേശിലെ പ്രശ്നത്തിലാണെങ്കിൽ ന്യൂനപക്ഷങ്ങളാകുന്ന ഹിന്ദുക്കൾക്കെതിരെ തിരിയാം. അവിടെ ചിന്മയ് കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് അവരുടെ കൃഷ്ണ സംഘടനയുണ്ട്. ആ സംഘടനയ്ക്കെതിരെ തിരിയാം. കാഫിറുകൾക്കെതിരെയാണല്ലോ നമ്മൾ തിരിയേണ്ടത്. എപ്പോഴും കാക്കമാർക്ക് അനുകൂലമായി മാത്രമേ ഇവരുടെ ഭാഗത്തു നിന്നും പിന്തുണയുണ്ടാകൂ. തീർന്നില്ല. സിറിയയിലെ മുൻ പ്രസിഡന്റായ ബാഷർ അൽ അസദ് എന്ന് പറയുന്ന കശാപ്പുകാരൻ അയാളുടെ അനുയായികളുമായി ഇപ്പോൾ സിറിയ പിടിച്ചടക്കിയ വിമത സേന ഏറ്റുമുട്ടി. ഇതേ തുടർന്ന് 17 പേര് കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇക്കൂട്ടത്തിൽ 14 സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉണ്ട് എന്നാണ് വിവരം. ഏറ്റുമുട്ടൽ നടന്നത് അസദിന്റെ ഭരണകാലത്തെ ഉദ്യോഗസ്ഥരെ പിടികൂടാനുള്ള ശ്രമത്തെ തുടർന്നാണ് എന്നാണ് റിപ്പോർട്ടുകൾ. കൊല്ലപ്പെട്ടവരിലേറെയും ഹയാത്തു തഹ്രീർ ഷാമിന്റെ അംഗങ്ങളാണ്. സിറിയൻ ആഭ്യന്തരമന്ത്രി മുഹമ്മദ് അബ്ദുറഹ്മാൻ 14 ആഭ്യന്തര മന്ത്രാലയ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുകയും ചെയ്തു. 10 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആരുടെ ഭാഗത്ത് നിൽക്കും? രണ്ടും കാക്കാമാരാണല്ലോ. പാകിസ്ഥാൻ ആക്രമണത്തിൽ താലിബാനിൽ 46 പേര് കൊല്ലപ്പെട്ടപ്പോൾ ഇവരാരുടെ കൂടെ നിൽക്കും? അപ്പോൾ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ രൂക്ഷമായ പോരാട്ടം തുടരുന്നു. സിറിയയിലെ സിറിയൻ പ്രസിഡന്റിന്റെ ആളുകളും ഇപ്പോഴത്തെ വിമത സൈന്യവും തമ്മിൽ ആക്രമണം തുടരുന്നു. ഹൂതികളും ഇസ്രായേലും തമ്മിൽ ആക്രമണം തുടരുന്നു. നമ്മുടെ കേരളത്തിലെ ഹമാസ് ഓളികൾ, വിസ്മയക്കാർ, പോരാളികൾ ഏതായിരിക്കും റിപ്പോർട്ട് ചെയ്യുന്നതെന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇസ്രായേൽ തന്നെ. കാരണം അവിടെ ജൂതന്മാരാണ് എതിരാളികൾ. ഇന്നലെ ക്രിസ്ത്യാനികൾ ക്രിസ്തുമസ് ആഘോഷിച്ചു കൊണ്ടിരുന്നു. വല്ല കാര്യവുമുണ്ട്? ഓരോ മനുഷ്യനും അവനവൻ്റെതായിട്ടുള്ള ആഘോഷങ്ങൾ, ആചാരങ്ങൾ അവർ തുടരും. യേശുവിൻ്റെ ഒരുപാട് ഓർമ്മകളുമായി ബന്ധമുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ. ക്രിസ്മസ് ദിനത്തിൽ എല്ലാ ക്രിസ്ത്യാനികൾക്കും യേശു ജനിച്ച മണ്ണിൽ നിന്നും ജെറുസലേം നഗരത്തിലിരുന്ന് ക്രിസ്മസ് ആശംസകൾ നേർന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി അവരോടൊപ്പം സന്തോഷത്തിൽ പങ്കുചേർന്നു. യേശുവിൻ്റെ ജനനവും ഓർമ്മകളും ജീവിതവും നിറം പിടിച്ചു നിൽക്കുന്ന ആഗോള ക്രിസ്ത്യാനികളുടെ പുണ്യഭൂമിയായ ഇസ്രായേലിൽ നിന്നുമാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ക്രിസ്ത്യാനികൾക്ക് ക്രിസ്മസ് സന്ദേശം നൽകിയത്. ക്രിസ്മസ് സന്ദേശത്തിൽ ഇസ്രായേലിനോടും യഹൂദ ജനതയോടും ആഗോള ക്രിസ്ത്യാനികൾ കാണിക്കുന്ന നന്ദിയിലും പിന്തുണയിലും നെതന്യാഹു നന്ദി പറഞ്ഞു. നെതന്യാഹുവിന്റെ ക്രിസ്മസ് സന്ദേശത്തിന്റെ ഓരോ വാക്കുകളും യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു. ഇസ്രായേൽ നടത്തുന്ന ലോക ചരിത്രത്തിലെ വലിയ യുദ്ധത്തിൽ തുടങ്ങുകയാണ് അദ്ദേഹത്തിന്റെ ക്രിസ്മസ് സന്ദേശം. ഈ ക്രിസ്മസിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോടും സുഹൃത്തുക്കളോടും കൂടി ഒത്തുകൂടുമ്പോൾ ഇസ്രായേലിലെയും ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യൻ സമൂഹത്തിനും പുണ്യഭൂമിയിൽ നിന്നുള്ള സന്തോഷകരമായ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. ക്രൂരതയ്ക്കെതിരായി ഇസ്രായേൽ ക്രിസ്ത്യൻ യഹൂദ വംശാവലിയുടെ നാഗരികതയെ സംരക്ഷിക്കാൻ വലിയ യുദ്ധത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ തുടക്കം. നമ്മുടെ നാഗരികതയെ പ്രതിരോധിക്കുന്നതിൽ ക്രിസ്ത്യാനികൾ നൽകുന്ന പിന്തുണ ഇസ്രായേൽ ജനത ഐക്യപ്പെടുന്നു. തിന്മയെ നശിപ്പിക്കാൻ ഇസ്രായേൽ വലിയ ഒരു പോരാട്ടത്തിലാണ്. ഞങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാവരുമായും സമാധാനം തേടുന്നു. ഇസ്രായേലിന്റെ സമാധാനത്തെ സംരക്ഷിക്കാനും പ്രതിരോധിക്കാനും ആവശ്യമായതെല്ലാം ഞങ്ങൾ ചെയ്യും. ക്രിസ്ത്യാനികൾക്കും യഹൂദർക്കുമുള്ള പൊതു പൈതൃകവും നമ്മുടെ പൊതു പൈതൃകത്തിന്റെ ശേഖരവും ഉറവിടവും യഹൂദ രാഷ്ട്രം മാത്രമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അതുകൊണ്ട്
നിങ്ങൾ ക്രിസ്ത്യൻ സഹോദരങ്ങളുടെ പിന്തുണയോടെ ദുഷ്ടശക്തികളോട് ഇസ്രായേൽ പോരാടുകയും ഈ ലോകത്തെ നന്മയിലേക്ക് നയിക്കുകയും ചെയ്യും. സമാധാനത്തിന്റെ നഗരമായ ജെറുസലേമിൽ ഞങ്ങൾ യഹൂദർ വിജയിച്ചിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ക്രിസ്മസ് തലേന്നും വെസ്റ്റ് ബാങ്ക് രക്തരൂക്ഷിതമായി. ഇസ്രായേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ തുൽക്കർ നഗരത്തിന് സമീപമുള്ള അഭയാർത്ഥി ക്യാമ്പിൽ ചൊവ്വാഴ്ച ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ 8 പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി അധികൃതർ അറിയിച്ചു. പുലർച്ചെ ഇസ്രായേൽ സേനയുടെ ഷെല്ലാക്രമണത്തിൽ കൗല അബ്ദോ എന്ന 53-കാരിയായ സ്ത്രീ അടക്കം കുറെ ആളുകൾ പോയി. ഫാത്തി യസീദ് ദൈലേൻ സലേം എന്ന 18-കാരൻ വയറിലും നെഞ്ചിലും വെടിയേറ്റ് മരിച്ചതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ആക്രമണത്തിൽ പരിക്കേറ്റ മറ്റൊരു പലസ്തീൻ വനിത ഉച്ചയോടുകൂടി മരിച്ചു. ഇത് കൊടുത്തു വാങ്ങുക എന്നാണ് ഇതിന് പറയുക. എനിക്ക് കിട്ടേണ്ടത് ഇങ്ങിത്താ എന്ന് പറഞ്ഞ് ഇരന്ന് വന്ന് വാങ്ങിയാൽ നിറയെ കൊടുക്കാൻ ഇസ്രായേലർ സന്നദ്ധരാകും. നന്ദി.